കേരള PSC മാത്രമാണോ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അവസരങ്ങൾ വരുന്നത്? അല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ട്രെയിനിൽ വെച്ചിട്ട് ITI കഴിഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയുമായിട്ട് കുറച്ചു നേരം സംസാരിക്കാനിടയായി. അപ്പോൾ ആൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എറണാകുളത്തെ ഒരു കമ്പനിയിൽ എന്ത് ചെയ്യാണ്, ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ITI കഴിഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയായിരുന്നു. അപ്പോൾ ഞാൻ ആളെടുത്ത് ചോദിച്ചു, ഈ ഒരു പ്രൈവറ്റ് ഫേമിലെ സാലറി എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത്. ഞാൻ ശരിക്കും ഷോക്ക്ഡായിപ്പോയി. അതായത് നിങ്ങൾക്കറിയാം, നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിൽ നമ്മളൊരു ലിവിങ് എക്സ്പെൻസുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, എക്സ്പെൻസ് വരുന്നൊരു സമയത്ത് ആ ഒരു സാലറിയിൽ റെൻറ്റ്, അതേപോലെ തന്നെ ഫുഡ്, അക്കമഡേഷൻ, ഇതെല്ലാം കൂടി വരുന്ന സമയത്ത് ഒരിക്കലും അത് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക സാലറി അല്ലായിരുന്നു അയാൾ പറയുന്നത്. പക്ഷേ ആൾ പറഞ്ഞതെന്താ വെച്ചാൽ, എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചെറിയ സാലറി, ഞാൻ ആ സാലറി റിവീൽ ചെയ്യുന്നില്ല, വളരെ ചെറിയ സാലറിയിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് നിർബന്ധിതനായിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഞാൻ ആളോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് എക്സാംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാത്തത് എന്ന് ചോദിച്ചപ്പോൾ, അതിന് മാത്രമൊക്കെ ഗവൺമെൻറ് എക്സാംസുകൾ ഉണ്ടോ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക്? മാത്രമല്ല, ITI കഴിഞ്ഞ പോസ്റ്റിലൊക്കെ പല ബിടെക്കാരും അപ്ലൈ ചെയ്ത് അവർക്കല്ലേ കിട്ടുക, നമ്മൾ പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് പല ആൾക്കാരും ചോദിച്ചു. അതായത് അതിൽ ആ ഒരു ഉദ്യോഗാർത്ഥി, പർട്ടിക്കുലർ ഉദ്യോഗാർത്ഥി ആ ഒരു കാര്യം സ്ട്രെസ് ചെയ്ത് പറഞ്ഞു. അതായത് ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് ശരിക്കും അറിയില്ല അവരുടെ ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ITI കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥി, ഞാൻ ഇലക്ട്രിക്കൽ ട്രേഡിലാണ് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഇലക്ട്രീഷ്യൻ പോസ്റ്റിനെ കുറിച്ചാണ് കൂടുതൽ ഫോക്കസ് ആയിട്ട് പറയാം. എന്നാലും മറ്റ് ITI ബ്രാഞ്ച് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് എന്തെല്ലാം അവസരങ്ങളാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക. എന്ന് മാത്രമല്ല, ITI എക്സ്ക്ലൂസീവായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. അത് സ്റ്റേറ്റിലുണ്ട്, സെൻട്രലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ സാലറിയിൽ നിങ്ങൾ ലൈഫ് ലോങ് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഗവൺമെൻറ് സെക്ടറിൽ വരില്ല. ഗവൺമെൻറ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ വർഷവും കൃത്യമായിട്ടുള്ള ഇൻക്രിമെൻറ്റ് ലഭിക്കും, പ്രൊമോഷൻ സാധ്യതയുണ്ട്, ഇന്റേണൽ എക്സാംസുകൾ എഴുതി മുന്നോട്ട് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് ഏതൊരു ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയുടെയും സ്വപ്നമായിരിക്കണം. അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ നിങ്ങൾ തയ്യാറാവുകയും വേണം. ഇപ്പം ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് 2025 മാത്രം ITIയിൽ വിളിച്ചിട്ടുള്ള കുറച്ച് പോസ്റ്റുകൾ ഞാനിവിടെ പറയുകയാണ്. എല്ലാ പോസ്റ്റും ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എന്നിരുന്ന കാരണം ഒരുപാട് ഇലക്ട്രീഷ്യൻ, അത് എത്രയോ സ്ലൈഡുകളിൽ ആഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ എല്ലാ പോസ്റ്റും ഇവിടെ മെൻഷൻ ചെയ്യാത്തത്. ഇപ്പോൾ ഇലക്ട്രീഷ്യൻ പോസ്റ്റ് യൂണിവേഴ്സിറ്റീസിൽ വിളിച്ചിട്ടുണ്ട്, ഇലക്ട്രീഷ്യൻ പോസ്റ്റ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ വിളിച്ചിട്ടുണ്ട്, KCMFൽ വിളിച്ചിട്ടുണ്ട്, അതേപോലെ ടെക്നീഷ്യൻ ഗ്രേഡ് 2 പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്, ഇലക്ട്രിക്കൽ ഹെൽപ്പർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്, ട്രേഡ്സ്മാൻ ഓർ ഇലക്ട്രീഷ്യൻ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് എക്സാംസുകളാണ് 2025. ഇപ്പോൾ നമ്മൾ ഓരോന്നും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാളിഫിക്കേഷനായിട്ട് ITI പ്ലസ് ഇലക്ട്രീഷ്യനാണ്, SSLC പ്ലസ് ITI ഇലക്ട്രീഷ്യൻ ഓർ വയർമാനാണ് ഭൂരിഭാഗം ട്രേഡിലും വന്നിരിക്കുന്നത്. വേക്കൻസീസ് നമ്മൾ ഓരോന്നിലെ വേക്കൻസീസ് നോക്കുമ്പോഴും ഒരു പക്ഷേ കുറവായിരിക്കും, 2 ഡിജിറ്റോ ആ ഒരു നമ്പറിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ടോട്ടലി നോക്കുന്ന സമയത്ത് അത്യാവശ്യം ഹൈ ആയിട്ടുള്ള ഒരു നമ്പർ തന്നെയാണ് ഓരോ റാങ്ക് ലിസ്റ്റിലും വന്നിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതായത് ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് കേരള PSCയിലൂടെ തന്നെ ഒട്ടനേകം അവസരങ്ങളുണ്ട്. നിങ്ങൾ ഏത് നോട്ടിഫിക്കേഷൻ എടുത്തോളൂ, അതായത് കേരള PSCയുടെ ഏത് നോട്ടിഫിക്കേഷൻ വരുമ്പോഴും അതിൽ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രീഷ്യൻ പോസ്റ്റ് തന്നെയായിരിക്കും. എല്ലാ പ്രാവശ്യവും അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇത് കേരള PSCയുടെ കാര്യം. എന്നാൽ കേരള PSCയിൽ മാത്രമാണ് ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അവസരമുള്ളത്. അവിടെയാണ് അടുത്ത ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് വരുന്നത്. കേരള PSCയിൽ മാത്രമാണോ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അവസരങ്ങൾ വരുന്നത്? അല്ല. നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെയിൽവേസിൽ ടെക്നീഷ്യൻ പോസ്റ്റ് വരാറുണ്ട്. ഈ ടെക്നീഷ്യൻ പോസ്റ്റിൻ്റെ പ്രത്യേകത എക്സ്ക്ലൂസീവായിട്ട് ആർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക്. അതായത് ഈ പോസ്റ്റിലേക്ക് ആർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല? ഡിപ്ലോമ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കോ BTech കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ഇന്ത്യൻ റെയിൽവേയിലെ മികച്ച ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. പിന്നെ അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് സ്റ്റാഫ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പോസ്റ്റിലേക്കും എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ PSUsകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നീഷ്യൻ പോസ്റ്റ് ഉണ്ട്, അത് ബെല്ലിലുണ്ട്, ONGCയിലുണ്ട്, IOCയിലുണ്ട്. ഇനി ഈവൻ ഡിഫൻസിൽ ഇലക്ട്രീഷ്യൻ പോസ്റ്റ് ഉണ്ട്, അതേപോലെ നേവിയിലുണ്ട്, എയർഫോഴ്സിലുണ്ട്. ഇതെല്ലാം സെൻട്രൽ ഗവൺമെൻറ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. നിങ്ങളൊരു ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഗവൺമെൻറ് എക്സാംസ് തന്നെയാണ്. നിങ്ങളുടെ ലൈഫ് ലോങ് ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരുപാട് എന്താ പറയുക ഫ്രസ്ട്രേഷനോട് കൂടി വളരെ ചെറിയ സാലറിയിൽ വർക്ക് ചെയ്യുന്നതിനേക്കാൾ ഗവൺമെൻറ് ജോലി, ഒരു ഗവൺമെൻറ് സാലറിയിൽ ഒരു ITI ജോബിൽ നേടിയെടുക്കുക എന്നുള്ളത് നിങ്ങൾ ഏവരുടെയും ലക്ഷ്യമായിട്ട് മാറണം. അപ്പോൾ എൻട്രിയിൽ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മികച്ച ഒരു അവസരം എന്ന നിലയിൽ എല്ലാ അവസരങ്ങളും ക്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി ഒരു
സ്പെഷ്യൽ ITI ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ ഒരു ITI ഇലക്ട്രീഷ്യൻ ബാച്ചിലൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ ITI ലെവൽ കഴിഞ്ഞ എക്സാംസുകൾ ഏറ്റവും മികച്ച രീതിയിൽ ക്രാക്ക് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നമ്മൾ ആ ഒരു ട്രേഡ് കംപ്ലീറ്റ് ആയിട്ട് ITI ഇലക്ട്രീഷ്യൻ ട്രേഡ് A to Z നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ വീഡിയോ ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സും അതേപോലെ ലൈവ് ക്ലാസ്സും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. മെന്റർഷിപ്പ് ഉൾപ്പെടെയായിരിക്കും ഈ ഒരു ITI ബാച്ച് വരുന്നത്. സോ നമ്മുടെ എൻട്രിയുടെ ITI ലെവൽ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അവസരം ITI കഴിഞ്ഞ എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് അവസരങ്ങളാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുടെ ഒരു മികച്ച അവസരമായിട്ടുള്ള KW ഓപ്പറേറ്റർ വരുന്നുണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ KSEB വർക്കർ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നുണ്ട്. അങ്ങനെ ഒട്ടനേകം അവസരങ്ങൾ ഇനി കാത്തിരിക്കുകയാണ്. റെയിൽവേ എല്ലാ വർഷവും ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ ഈ ട്രേഡ് കൃത്യമായിട്ട് പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഗവൺമെന്റ് സെക്ടറിൽ തന്നെ ഒരു IT ജോബിലൂടെ നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു അവസരം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. എൻട്രിയോടൊപ്പം നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഒരു ടാർഗറ്റാണ് ഒരു ഗവൺമെന്റ് ലെവൽ ITI ജോബെങ്കിൽ, നിങ്ങൾക്ക് എൻട്രിയോടൊപ്പം പഠിക്കാം. അതിനുവേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും ഇൻഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.